നമസ്കാരം. ഇന്ന് നമ്മൾ കാണുന്നത് പറളി ഗ്രാമപഞ്ചായത്തിനുடைய തീരുമാന രജിസ്റ്റർ. അതായത് പുതിയ മെമ്പർമാർ ചുമതലയേറ്റ് ഇവർ ബോർഡ് മീറ്റിംഗ് കൂടി. ആ ബോർഡ് മീറ്റിംഗ് കൂടിയതിന് ചർച്ച ചെയ്ത വിഷയങ്ങൾ മൊത്തം 16 വിഷയത്തിൽ ഇവർ ചർച്ച ചെയ്തിട്ടുണ്ട്. അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളായിട്ട് ഇതിൽ തരംതിരിച്ചിരിക്കുകയാണ്. ഒന്ന്, 2025-26 DPC അപ്രൂവ്ഡ് കിട്ടിയതിന് ശേഷവും ചെയ്യാൻ പറ്റാത്ത വർക്കുകളുണ്ടായിരുന്നല്ലോ, ആ വർക്കുകൾ ഭേദഗതി വരുത്താൻ വേണ്ടി ഇവർ തീരുമാനിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. രണ്ടാമത്, ഈ 2025-26 ചെയ്യാൻ പറ്റില്ലെന്ന് കാരണം പറഞ്ഞുകൊണ്ട് ഒഴിവാക്കാൻ വേണ്ടി അത് ഇവർ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമത്, അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് AEക്ക് പറളി പഞ്ചായത്തിലെ AEക്ക് റോഡ് മെയിൻ്റനൻസ്, റോഡ് വർക്ക് അതിനൊക്കെ ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നാലാമത്, പുതിയ പ്രോജക്റ്റ് തനത് ഫണ്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് ഈ ഒഴിവാക്കുന്ന ജോലി കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് തീരുമാനിച്ചല്ലോ, അതിലിருந்து കിട്ടുന്ന പൈസ, ഭേദഗതി വരുത്തിയതിലിருந்து കിട്ടുന്ന പൈസ ഇതൊക്കെ കൂട്ടിയിട്ട് പുതിയ ഒരു വർക്ക് നമുക്ക് ചെയ്യാം എന്ന് ഈ മെമ്പർമാർ എല്ലാവരും കൂടെ കൂടിയിട്ട് സംസാരിച്ച് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ഇവർ ഈ മാസം, അതായത് എനിക്ക് തന്ന ഈ ബോർഡ് മീറ്റിങ്ങിൻ്റെ തീരുമാനത്തിലുള്ളത്. ഈ 4 കാര്യങ്ങൾ. ഇതോടൊപ്പം ചില വിവരങ്ങളും ഇതിലുണ്ട്. ലൈഫ് മിഷനിലിருந்து ജനുവരി 31 ലൈഫ് മിഷൻ്റെ കോർഡിനേറ്റർ തന്ന നിർദ്ദേശം ഇതിൽ ഉണ്ട്. അതായത് ലൈഫ് മിഷൻ ഉപഭോക്താക്കൾക്ക് 2,20,000 രൂപ വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്, എത്രയും പെട്ടെന്ന് അത് കൊടുത്ത് തീർക്കണമെന്ന് പറഞ്ഞിട്ട് അതും ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഭിന്നശേഷി സഹോദര സഹോദരിമാർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ വേണ്ടി ഇവർ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് SC/ST വിഭാഗത്തിലുള്ളവർക്ക് ധനസഹായം, വിവാഹ ധനസഹായത്തിന് അപേക്ഷ സ്വീകരിച്ചതിൽ നിന്ന് 4 പേർക്ക് ഇവർ ചർച്ച ചെയ്ത് തീരുമാനിച്ച് അവർക്ക് പൈസ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അടുത്തത്, സൊസൈറ്റിയിലെ സബ്സിഡി, പാലിലെ സബ്സിഡി, പിന്നെ ഒരു ജനറൽ, ഒരു SC ലിസ്റ്റ് അംഗീകരിക്കലെന്ന് പറഞ്ഞിട്ട് ഒന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അത് ഏത് പാൽ സൊസൈറ്റിയിലാണോ ആളെ നിയമിക്കുന്ന കാര്യമാണോ എന്ന് അത് വ്യക്തതയില്ല. എന്നാലും അതിൽ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പാൽ സബ്സിഡി അഡീഷണൽ ലിസ്റ്റ് അംഗീകരിക്കുന്നത് സംബന്ധിച്ച്. എന്താണ് അഡീഷണൽ ലിസ്റ്റ്, ഏതാണെന്നത് വ്യക്തത ഒന്നുമില്ല. അഡീഷണൽ ലിസ്റ്റ് അവർക്ക് മാത്രം മനസ്സിലായാൽ മതി എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവാം.